ചന്ദ്ര തന്നെ പറഞ്ഞു പുതുമുഖങ്ങളെ വെച്ച് ചെയ്താൽ നമുക്കത് മാർക്കറ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ഓരോ സിനിമ വരുമ്പോഴും അതായിരിക്കുമല്ലോ ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതെങ്ങനെയാണ് സാന്ദ്രയുടെ ഒരു വേയിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ശരിക്കും എനിക്ക് ഏത് സിനിമ എൻ്റെ കയ്യിൽ വന്നാലും എനിക്ക് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാൻ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വരിക. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ചെയ്യാനായിട്ടൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആദ്യം വേറൊരു ആക്ടറിൻ്റെ ഡേറ്റുമായിട്ടാണ് ഈ സിനിമ ലിറ്റിൽ ഹാർട്ട്സ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഒരു പോയിന്റിൽ നമുക്കത് വർക്കൗട്ട് ആവാതെ വന്നു കഴിഞ്ഞപ്പോൾ അത് മാറ്റാന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞത് പുതിയ ആളെ വെച്ച് ചെയ്യാം, പുതിയ കാസ്റ്റിനെ വെച്ച് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് രണ്ട് ആക്ടേഴ്സിനെ, ഇപ്പോൾ ബാബുചേട്ടനൊക്കെ അങ്ങനെ തന്നെ. ബാബുചേട്ടനൊക്കെ ബിക്കോസ് ബാബുചേട്ടൻ ആദ്യം പോലെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അതല്ലാതെ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഡയറക്ടേഴ്സ് പറഞ്ഞു വേണ്ട ചേച്ചി നിൽക്കത്തില്ല, പുതിയ ആൾക്കാരെ വെച്ച് ചെയ്താൽ നിൽക്കില്ല. എന്നാലും ഞാൻ അവരോട് പറയും ഓക്കെ എന്നാൽ ശരി നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റിനെ എടുക്കാം, പക്ഷെ നമ്മൾ മാക്സിമം കയറ്റാൻ പറ്റുന്നത്രയും ടെക്നീഷ്യൻസിൽ എല്ലായിടത്തും പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുക. കാര്യം അവർ പഠിക്കട്ടെ, പുതിയ ആൾക്കാർ വരട്ടെ, നമ്മളെ കൊണ്ട് പറ്റാവുന്നത്രയും പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നിന്ന് വെച്ചാൽ ഞാൻ എല്ലാ പടത്തിലും അങ്ങനെയാണ്. പുതിയ ആൾക്കാർക്ക് നമുക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്.